ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ചിന്നുൻ്റെ സംഗീതിൻ്റെ അന്ന് രാവിലെ മുതൽ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. തിരുവോണ ദിനമായതുകൊണ്ട് തന്നെ ഒരു ഓണസദ്യയാണ്. ചോറ് വന്നു, കൂട്ടുകറി വന്നു, എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഐറ്റംസും വന്നു. ഇതിൻ്റെ കൂടെ കബാബും ഉണ്ട്. സോ ഓണസദ്യ കഴിക്കാം. ഓണത്തിന് അതിന് വിഷുവിന് കഴിക്കുക. ഞാൻ ഓണത്തിന് മുന്നേ ഓണസദ്യ കഴിച്ചു. അടിപൊളി സദ്യയിലത് കൂട്ടുകറി, അയക്കൂറാണ്, പച്ചടി, കബാബ് കിട്ടത്തില്ല, കുഞ്ഞി കഷ്ണം കബാബ്, ബാക്കിൽ സാരുണ്ട്. നമുക്ക് ഒരു കുഞ്ഞി കഷ്ണം പപ്പടം. നല്ല പുളിയുണ്ട് പച്ചടിക്ക്. തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടായിരുന്നു ചിന്നുൻ്റെ സംഗീത്. അപ്പോൾ അന്ന് രാവിലെ മുതലേ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, കസിൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസൊക്കെ തകൃതിയായി നടന്നു. എല്ലാവരും ടയേർഡായി. ഇനി അടുത്ത് ഇവിടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കസേരക്കളി നടക്കാൻ പോകുന്നതാണ്. എൻ്റെ വീട് കളിച്ചേരാം. തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടായിരുന്നല്ലോ സംഗീതിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം എല്ലാവർക്കും കൂടി ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന തന്നെയാണ്. ആ ഒരു 3 ദിവസം എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. വീട്ടിലിനി ഇതുപോലൊരു ഗ്രാൻഡ് ഫങ്ഷൻ ഇനിയൊന്നും വരാനൊന്നുമില്ല. ഇനി ആമി വലുതാവണം. അങ്ങനെ കസേര കളിക്ക് ശേഷം പിന്നെ ഈ കളിയായിരുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. ഈ കണ്ണ് കെട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം രജിയമ്മയാണ്. മൊത്തത്തിൽ വൻ കോമഡി ആയിരുന്നു. ചിരിച്ച് ചിരിച്ച് മതിയായിരുന്നു. അടുത്ത ഊഴം മാമൻ്റെതായിരുന്നു. അങ്ങനെ ഓണപ്പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ പാട്ടും വെച്ച് എല്ലാവരും ഡാൻസായിരുന്നു. ഹൗസ് വാമിങ്ങും കല്യാണവും എല്ലാം അടുപ്പിച്ചായതുകൊണ്ട് തന്നെ ഡാൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ മര്യാദയ്ക്ക് ആർക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഓരോ വഴിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതിൻ്റെ തലേന്നും പിന്നെ അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ ആയിട്ടാണ് എല്ലാവരും ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആരും നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കുറേയൊക്കെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയാണ് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അറിയാലോ, കല്യാണവും ഇങ്ങനത്തെ തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരേ ഓട്ടത്തിലായിരിക്കുമല്ലോ എല്ലാവരും. പക്ഷെ എന്നിരുന്നാലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ. അതിനിടയിൽ ചെറിയ ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് കിട്ടാൻ കുറച്ച് ലേറ്റായി. പിന്നെ മൊത്തം അതിൻ്റെ ടെൻഷനായിരുന്നു. എല്ലാവരും കൂടി തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ ബാക്കി ഞങ്ങളൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ ഡാൻസൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തിരക്ക് കാരണം ആരെയും പഠിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് ചിന്നും ഭവ്യയും കൂടി കുറേ സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ച് കൊടുത്തെങ്കിലും ഒന്നും നടന്നില്ല. അതുകൊണ്ട് പിന്നെ അന്ന് ഉച്ചക്കായിരുന്നു പിന്നെ ഇവർ ഡാൻസൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പനയും പിന്നെ വേറൊരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ വക. എല്ലാത്തിൻ്റെയും വീഡിയോ ഉണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്ത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് നോക്കാം. രാത്രി 7 മണിക്കായിരുന്നു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഞങ്ങളുടെയും പിന്നെ ബ്രൈഡ് ചിന്നുവിൻ്റെയും എല്ലാം ഡ്രസ്സ് കിട്ടാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ എല്ലാം തുടങ്ങുമ്പോഴേക്കും 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഡ്രസ്സ് കിട്ടാൻ കുറച്ച് ലേറ്റായെങ്കിലും എല്ലാവരുടെയും ഡ്രസ്സ് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബ്ലാക്ക് ആയിരുന്നു കളർ കോഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് കളറിൽ കുറച്ച് നല്ല രീതിയിൽ തിളങ്ങുന്നതും അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയല്ലേ ഫംഗ്ഷൻ, കുറച്ച് തിളങ്ങട്ടെ എന്ന് വിചാരിച്ചു. ബ്ലാക്ക് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തപ്പി നടക്കണ്ട, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുമാത്രമല്ല, പിന്നെ യൂസ് ചെയ്യാമല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതായിട്ടുള്ള കളേഴ്സൊക്കെ ആണെങ്കിൽ പിന്നെ യൂസ് ചെയ്യില്ല. പിന്നെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞത് മടക്കി അലമാരയിൽ അവിടെ ഇരിക്കുകയുള്ളൂ.
പിന്നെ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് എൻ്റെ ട്രൈപോഡ് മിസ്സിങ് ആയിരുന്നു. മിസ്സായതല്ല, വീട്ടിൽ കൂടെയുള്ള സമയത്ത് ഞാൻ ഭദ്രമായിട്ട് എവിടെയോ കൊണ്ടുപോയി വെച്ചു. പക്ഷെ അതെവിടെയാ എങ്ങനെയാണെന്ന് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല. തപ്പാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ തപ്പി നോക്കി. പിന്നെ ആ ടൈമിൽ ഫുള്ളൊരു ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയായിരുന്നു. ട്രൈപോഡ് ഉണ്ടായ സമയത്താണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ആരെയും വിളിക്കേണ്ട ആവശ്യം വരാറില്ല. ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നതായിരുന്നു. അതില്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു പോയി. പക്ഷേ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് പ്രാക്ടീസും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് സന്ധ്യയാകുമ്പോഴേക്കും വരാൻ വേണ്ടിയിട്ട്. ചിന്നും ഭവ്യയും ദേ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരും ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കല്യാണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 ലോങ് വീഡിയോസ് ഉള്ളൂ. പിന്നെ അധികം ഉള്ളത് ഷോർട്സ് ഇടാൻ പറ്റിയ വീഡിയോസാണ്. എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. വീഡിയോസൊക്കെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മെല്ലെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നേരെ വീട്ടിൽ പോയി ഫുള്ള് റെഡി ആയിട്ട് സന്ധ്യ ആകുമ്പോഴേക്കും തിരിച്ച് വരണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബായ്.